وبارك على تبارك الذي جعل في السماء بروجا وجعل فيها. മദ്രസകൾ രാജ്യത്തിനും സമൂഹത്തിനും അറിവ് പകരാനും സാമൂഹിക ഉയർച്ചയ്ക്കും അനിവാര്യമെന്ന് ബിലാൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് സഖാഫി അഭിപ്രായപ്പെട്ടു. വെള്ളാനിപുരം ദാറുൽ ബിലാൽ മദ്രസ ഫത്ഹെ മുബാറക് ഉദ്ഘാടന വേളയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് ഫദലുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് അംഗം കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, SMA ജില്ലാ സെക്രട്ടറി MM സുലൈമാൻ കുളോട്ടിമുല, ഇമാം നബവി ചെയർമാൻ ഇബ്രാഹിം സഖാഫി, അബ്ബാസ് സഖാഫി, അബ്ദുസലാം സഖാഫി, ജുനൈദ് സഖാഫി, ഇബ്രാഹിം അമാനി തുടങ്ങിയവരും രക്ഷിതാക്കളും നാട്ടുകാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചു. മദ്രസയ്ക്ക് പുറമെ 3 വയസ്സായ കുട്ടികൾക്ക് പ്രീ സ്കൂൾ മെയ് അവസാന വാരം ആരംഭിക്കുമെന്ന് മദ്രസ ഇൻചാർജ് അബ്ദുസലാം സഖാഫി ചാനലിനോട് പറഞ്ഞു. അതുപോലെ നമുക്കൊക്കെ കാണാപ്പാടം അറിയാവുന്ന ഒരു ദുആയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കൂടിയായ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള പരിശുദ്ധമായ ദുആ. കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം എഴുതി ചൊല്ലിക്കൊടുത്തു. സഹോദരിമാരെ, ദാറുൽ ബിലാൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പുനരാരംഭിക്കുന്ന മദ്രസ ദാറുൽ ബിലാൽ മദ്രസയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. 1996-97 കാലഘട്ടങ്ങളിലൊക്കെ 98 3 വർഷത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ മദ്രസ ഭംഗിയായ രീതിയിൽ നടന്നിരുന്നു. അതിനുശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും ആ മദ്രസ പുനരാരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ഫത്ഹെ മുബാറക് എന്ന പേരിൽ തന്നെ മദ്രസ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെയാണ് സംസ്ഥാന വ്യാപകമായി ഫത്ഹെ മുബാറക് വിദ്യാഭ്യാസ ആരംഭം കുറിച്ചുകൊണ്ടുള്ള മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഇവിടെ ഈ മദ്രസക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ മജ്‌ലിസ് നടത്തപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഈ സംരംഭം അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിയുടെ മുഹിബ്ബായ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളില്ലാത്ത മദീനയിൽ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് നാടുവിട്ടുപോയ ചരിത്രങ്ങളെല്ലാം സംഭവ ബഹുലമാണ്. ആ രീതിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാമധേയത്തിലാണ് ഈ മദ്രസക്ക് നമ്മൾ നൽകിയിട്ടുള്ള പേര്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് കടന്നു വന്നാൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മർഹബൻ ബി സയ്യിദിന എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, മദ്രസകൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ പ്രദേശത്തും വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ നിലവിൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ സജീവമായി 97, 98, 99, 2000 വരെ ഉള്ള കാലയളവിൽ ഇവിടെ മദ്രസ നടന്നു വന്നിരുന്നു. നമ്മുടെ മക്കളെ റോഡ് നിയമങ്ങളും മറ്റു ട്രാഫിക്കിന്റെ കാര്യങ്ങളും തൊട്ടടുത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ കുടുംബത്തോടും
ഇപ്പുറത്ത് താമസിക്കുന്ന അന്നമ്മയുടെ വീട്ടുകാരോടും അതിനേക്കാൾ ഉപരിയായി ഈ മതേതര ഇന്ത്യയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും അത് തന്റെ രാജ്യത്തോട് നീതിപൂർവമായി എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടതെന്നും ഒക്കെ വളരെയധികം ശിക്ഷയോടുകൂടി പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു ബാധ്യതയാണ് ആധുനിക കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഏറ്റെടുത്ത് മദ്രസ പ്രസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഈ വർഷം ഇവിടെ മദ്രസയും ഇൻഷാ അല്ലാഹ് നവംബർ മെയ് മാസം മുതൽ പ്രീ സ്കൂളും ചെറിയ അംഗൻവാടി പ്രായത്തിലുള്ള മക്കൾക്ക് പ്രീ സ്കൂളും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. അതും ഇവിടെ തന്നെയാണ് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാന കരസ്ഥമാക്കാൻ അലിഫ് എന്ന ആദ്യാക്ഷരം കുറിച്ച് മദ്രസയിലേക്ക് കയറി വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജെ ടൈംസ് ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.